ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുമൂലം ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഉത്ഭവസ്ഥാനത്ത് നിന്നും പതനസ്ഥാനത്തേക്ക് എത്തുന്ന വഴി അവിടങ്ങളിലെ എല്ലാ വസ്തുക്കളും തകർക്കപ്പെടുന്നു. 72 ഡിഗ്രിയിൽ അധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഭൂമിശാസ്ത്രപരവും ഭൗതികപരവും മനുഷ്യന്റെ ഇടപെടലുകളും അതിനു പുറമെ മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ശക്തമായ മഴയും ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങളാണ്. ഉരുൾപൊട്ടൽ കേവലം ഒരു പ്രകൃതി പ്രതിഭാസം മാത്രമായി കാണാൻ കഴിയില്ല. മനുഷ്യ ഇടപെടലുകൾ തന്നെയാണ് പ്രധാന കാരണം. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ അവിടുത്തെ സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, നാണ്യവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. 70% ഉരുൾപൊട്ടലുകൾക്കും കാരണം മനുഷ്യന്റെ ഇടപെടലുകളാണെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ 2010 പഠനപ്രകാരം കേരളത്തിന്റെ 14.4% മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത്. ആയതിനാൽ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും മാറി താമസിക്കുക. മുന്നറിയിപ്പിന് കാത്തുനിൽക്കാതെ ഇത്തരം പാരിസ്ഥിതിക സാഹചര്യങ്ങൾ സ്വയം മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. മനുഷ്യജീവനെടുക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യാം.